പിന്നെ വണ്ടി എടുത്ത ആൾ ഓടിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊന്ന് അടഞ്ഞു പോയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി. ആദ്യമൊക്കെ ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആള് നല്ല ഒച്ചയിൽ പാട്ടൊക്കെ വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയപ്പോൾ ഇയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു. ഞാൻ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബെഡിൽ കിടന്നിട്ട് ഇങ്ങോട്ട് എൻ്റെ വയറിലങ്ങ് പിടിക്കാൻ വന്നു. അത് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലാണ്. ഉറക്കത്തിനിടയിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക്കായി. ഒരു സമയം 4 മണി സമയത്ത്. എന്നിട്ട് ഞാൻ ചാടി എണീച്ച് അപ്പൊ തന്നെ എൻ്റെ പെപ്പർ സ്പ്രേ ഉണ്ട്. പക്ഷെ എൻ്റെ ബാഗ് 3 കണ്ടില്ലേ, ഈ ബാഗും ഈ വാട്ടർ ബോട്ടിലില്ലായിരുന്നു. വെള്ളം ഞാനിപ്പോൾ മേടിച്ചതാ. ഈ ബാഗും സ്ലീപ്പിംഗ് ബാഗും സെപ്പറേറ്റ് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാനിക്കായി. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പെപ്പർ സ്പ്രേ അടിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ആ ട്രക്ക് ആ ഒരു ലൈറ്റിന്റെ അപ്പുറയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ചുറ്റും നോക്കിയിട്ടാണ് തീരുമാനിച്ചത് പെപ്പർ സ്പ്രേ അടിക്കേണ്ടെന്നുള്ളത്. കാരണം ബാഗ് എടുക്കാനുള്ള സമയവും പിന്നെ ചുറ്റും ആൾക്കാരും ഇല്ല. അപ്പൊ അതുകൊണ്ട് റിസ്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് വന്ന് ഇവിടെ എത്തിയിട്ടാണ്. പിന്നെ എൻ്റെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ നൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. എന്നിട്ടാണ് ഞാൻ ഇത് എന്താ പറയാ വെള്ളം ഞാൻ കുടിച്ചത്. അരുണിമയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ഒരു തവണയല്ല, ഇതേപോലെ ഒരുപാട് വട്ടം ഇതിനകത്തുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കണക്കുള്ള വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഇച്ചയ്ക്കിങ് ഇതേ കണക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും കൊണ്ട് ഒരു സ്ത്രീ ആകുമ്പോഴത്തേക്ക് സൂക്ഷിച്ചും കണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ആര് കൈ കാണിച്ച് വണ്ടി നിർത്തിയാലും ശരി, കിട്ടുന്ന വണ്ടി കയറി പോയി നിൽക്കാതെ അവർക്കുണ്ടെങ്കിൽ ആ പോകുന്ന ആൾ നല്ല സേഫായിട്ടുള്ള ആളാണെന്നോ അല്ലെങ്കിൽ അയാൾ കാരണം എന്തെങ്കിലും പ്രശ്നം വരുമെന്നൊക്കെ ആലോചിച്ചിട്ട് വേണം കയറാൻ. അത് ആരായിരുന്നാലും ശരി. അല്ലാതെ ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള ഇതൊക്കെ കയറി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല. അത് നമ്മുടെ സ്വന്തം രാജ്യം, നമ്മൾ താമസിച്ച സ്ഥലങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. അത് വേറൊരു സ്ഥലം, വേറെ ആൾക്കാരും ആയിരിക്കും. അവരതിലെങ്ങാനും പെട്ടാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അരുണിമ ഇതുവരെ വലിയ കുഴപ്പത്തിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല. തൻ്റെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ ആ സമയത്തുള്ളൊരു ബുദ്ധിപ്രയോഗം കൊണ്ടും ആയിരിക്കും എങ്ങനെ രക്ഷപ്പെടുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് അത്ര നല്ല സേഫായിട്ടുള്ളൊരു കാര്യമല്ല. ഇതേ കണക്ക് തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ലിഫ്റ്റ് വയ്ക്കുമ്പോഴത്തേക്ക് അവർ അങ്ങനെയുള്ളവരാണെന്ന് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു വണ്ടിയിലോട്ട് കയറും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോകും. അതല്ലാതെ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ആപത്തിൽ ചെന്ന് പെടുന്നതായിരിക്കും ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.